എല്ലാവർക്കും NR ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്ന ഈ റോഡിലെ ബ്ലോക്കിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. ജനസാന്ദ്രതയൊക്കെ വളരെ കൂടിയതാണ്. അതുകൊണ്ട് തന്നെ റോഡ് വികസനമൊക്കെ വളരെ പതിയെ നടക്കുകയുള്ളൂ. കാരണം കൂടുതൽ ആൾക്കാരുടെ വീട് നഷ്ടപ്പെടാനൊക്കെ ഇത് കാരണമാവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും സിഗ്നലുകളിലൊക്കെ കുറേ സമയം കാത്തു കിടക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മളതുമായിട്ട് യൂസ്ഡ് ആണ്. നമ്മൾ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യും. വലിയ വലിയ റോഡുകളൊക്കെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും സാഹചര്യക്കുറവുമൊക്കെ കാരണം നമ്മൾ പലപ്പോഴും ഇതിനോട് സഹകരിക്കാറുണ്ട്. വലിയ സിഗ്നലുകൾ ജംഗ്ഷനുകളിലും റെയിൽവേ ക്രോസിങ്ങുകളിലുമൊക്കെ നമ്മൾ നോക്കി നിന്ന് സാവധാനം പോകാറുണ്ട്. പക്ഷേ ഇതല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന ബ്ലോക്ക് ഇതൊരു സിഗ്നലും ഒന്നും കൊണ്ട് വന്നേക്കുന്നതല്ല. ഇത് വഴിയിൽ ഉണ്ടായ മഴ പെയ്തിട്ട് ചെറിയ കുഴികളുണ്ടായിരുന്നു. ആ കുഴികൾ കറക്റ്റ് സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നാക്കാത്തത് കൊണ്ട് ആ കുഴികൾ വലുതായി വലിയ വെള്ളക്കെട്ടായി അതിൻ്റെ അടുത്തെല്ലാം ഉള്ള ടാറ് ഇളകിപ്പോവുകയും മെറ്റിൽ ഇളകി പോവുകയും ചെയ്ത് വലിയ കുഴിയായി. അതുവഴി വാഹനങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റാതെ വന്ന് അവിടെ വാഹനങ്ങൾ നിർത്തി പോകുന്നതുകൊണ്ടുള്ള ബ്ലോക്കാണ്. ഇപ്പോൾ നമുക്ക് കാണാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് വാഹനങ്ങൾ വളരെ പതിയാണ് വരുന്നത്. ഈ കുഴിയുടെ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പുറത്തെ സൈഡിലേക്ക് വാഹനങ്ങൾ നിരനിരയായിട്ട് കിടക്കുന്നത്. ഈ പ്രവണത പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ മുമ്പ് നമ്മുടെ വൈറ്റില ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് പണ്ടുണ്ട് ഈ കുഴി കാരണം ഉണ്ടാകുന്ന ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വഴികളിലും. ഇപ്പോൾ ചെറിയ ചെറിയ കുഴികളുണ്ടാകും. ആ കുഴികൾ കറക്റ്റ് സമയത്ത് ശരിയാക്കുവാണെങ്കിൽ ഒരു ചട്ടി ടാറോ ഒരു ചട്ടി മെറ്റിലോ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം എത്രയോ മനുഷ്യരുടെ എത്രയോ മണിക്കൂറുകളാണ് ഇവിടെ വേസ്റ്റായി പോകുന്നത്. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന മറ്റൊരു കാര്യം, എല്ലാ മെയിൻ റോഡിലും 2-3 സ്ഥലത്ത് ഇതുപോലത്തെ കുറച്ച് കുഴികൾ എല്ലാ കൊല്ലം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കാണും. ഇപ്പോൾ ഈ റൂട്ടിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ കാക്കനാട് റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാലം തുടങ്ങുന്ന 2 സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പാലവും റോഡും തമ്മിൽ ബന്ധപ്പെടുന്ന ആ ഒരു ഭാഗത്തുള്ള ബലക്ഷയം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, റോഡിന് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന അങ്ങനെ എന്തെങ്കിലും. എന്നാലും മറ്റൊരിടത്തും ഈ പ്രശ്നമില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഉദ്യോഗസ്ഥർ എൻജിനീയർമാരും ഒക്കെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യിക്കാം. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. എല്ലാ കൊല്ലവും അവിടെ വീണ്ടും റീടാറിങ്ങോ മരാമത്ത് പണികൾ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചെയ്യുന്ന പണികളൊന്നും കറക്റ്റായിരിക്കില്ല. നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും, വെറുതെ കുറേ മെറ്റീരിയൽ കൊണ്ടുവന്നിടും. അതിൻ്റെ മുകളിൽ കൂടെ ചിലപ്പോൾ ആൾക്കാർ കയറി നിന്ന് ചവിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഉരുട്ടും, അല്ലെങ്കിൽ ഒരു പഴയ റോഡ് റോളർ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഉരുട്ടും. അത് 2 ദിവസം കഴിയുമ്പോൾ അത് ഇളകിപ്പോവും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈക്കം പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ പുതിയകാവിൽ ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട്. എല്ലാ കൊല്ലവും അവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും, വീണ്ടും ടാർ ഇളകിപ്പോയിക്കൊണ്ടിരിക്കും. അതേപോലെ പറവൂർ മുതൽ പുത്തങ്കാവ് വരെ കുറച്ച് സ്ഥലമുണ്ട്, ഒരു 1.5 കിലോമീറ്റർ. അവിടെ എല്ലാ കൊല്ലവും ടാർ ഇളകിപ്പോവും. വെറുതെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ടാറ് ഇടും, അല്ലെങ്കിൽ കുറച്ച് മെറ്റിലിടും, വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ പോവും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കി ഈ പറയുന്ന റൂട്ടുകളെല്ലാം ബാക്കി സ്ഥലങ്ങളിലൊന്നും എല്ലാം നല്ല റോഡാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ പെർഫെക്റ്റായിട്ട് ടാർ ചെയ്ത് അത് റെഡിയാക്കാത്തത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇവരിങ്ങനെ ഈ കല്ലും മണ്ണുമൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ ഇടുന്ന കാണുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ, എന്തെങ്കിലും പറയണ്ടേ ഇവരോടെന്നൊക്കെ. പക്ഷേ മറ്റു പലരെയും പോലെ എനിക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ഇതുവഴി പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രോബ്ലംസ് നമുക്കിങ്ങനെ പലർക്കും ഒരു വലിയ പ്രോബ്ലമാണെന്ന് അധികാരികളിലേക്ക് എത്തിക്കാൻ നമുക്കിങ്ങനെ പല മാർഗങ്ങളിലൂടെ ശ്രമിക്കാം. എൻ്റേതായ ഒരു മാർഗത്തിൽ കൂടെ ഞാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോയിലൂടെ
പറയാനുള്ളത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അധികാരികളോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മന്ത്രിമാരോടൊന്നും ചോദിക്കാൻ താല്പര്യമില്ല, അവരിപ്പോൾ എല്ലായിടത്തും പോയി നടന്ന് ഇത് നോക്കി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മേഖലയിലെ ഈ കാര്യങ്ങൾ നോക്കേണ്ട കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ, ആ ഉദ്യോഗസ്ഥരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഈ ഓരോ റോഡിലും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു റോഡിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് എത്രയും വേഗം ഇത് നന്നാക്കാനുള്ള തടസ്സം ഇവർക്ക്? അതിന് കരാറുകാരെ കണ്ടുപിടിക്കാനും അവർക്ക് വർക്ക് കൊടുത്ത് ഇത് പെട്ടെന്ന് നന്നാക്കാൻ എന്താണ് ഈ കാലതാമസം? ഈ ഈ പണ്ടത്തെ ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിൽ കൂടെയൊക്കെ നടക്കുന്ന കാലത്ത് ഇവിടെ 2-3 കുഴികളുണ്ട്, ഇതെല്ലാം കൂടെ നന്നാക്കാൻ ഒരു ബജറ്റ് ഇട്ട് ഒരു എസ്റ്റിമേറ്റ് ഇട്ട് പ്ലാൻ ചെയ്ത് അതിനൊരു എന്താണ് അതിനുവേണ്ടി ഒരു ബിഡിങ് നടത്തി ഒരു കരാറുകാരന് ഈ ജോലി കൊടുത്ത് എത്രയും പെട്ടെന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കോ ഉള്ളിൽ ഇത് തീർക്കാൻ എന്താണ് കാലതാമസമെന്ന് ആണ് എനിക്ക് ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്. പിന്നെ ഈ ഉദ്യോഗസ്ഥർ തലപ്പത്തിരിക്കുന്ന ബാക്കി ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ധാരാളം ആൾക്കാർ കഷ്ടപ്പെടുന്നെന്ന് ഇവർക്കൊക്കെ അറിയാം, എന്തുകൊണ്ടാണ് ഇവർ നടപടി എടുക്കാത്തത്? പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ കല്ലും മണ്ണൊക്കെ ഇട്ട് കുഴിയടയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാനാണോ ഇവർക്ക് ടെൻഡർ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവർ ഈ കല്ലും മണ്ണൊക്കെ ഇടാൻ ഈ കോൺട്രാക്ടേഴ്സ് എത്തുന്നത്? ഇവരുടെ ഏതെങ്കിലും റൂൾ ബുക്സിലുണ്ടോ ഈ പഴയ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന കരിങ്കല്ല് കഷ്ണമൊക്കെ ഇട്ടിട്ട് ഈ കുഴി അടയ്ക്കാമെന്ന്? അതിനൊക്കെ കറക്റ്റായിട്ട് മാനദണ്ഡങ്ങളില്ലേ? കറക്റ്റ് ഇന്ന രീതിയിലുള്ള ടാറിങ്ങും ഇന്ന രീതിയിലുള്ള മെറ്റിലും ഒക്കെ ഉപയോഗിക്കണമെന്ന്. വെറുതെ ഈ കല്ലും മണ്ണും വാരി ഇടാനുള്ള പെർമിഷൻ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ കല്ലും മണ്ണുമൊക്കെ വാരി ഇടുന്ന കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടി എടുക്കാത്തത്? ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും വിധത്തിൽ ഒരു വാല്യുബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, അധികാരികളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു നല്ല സമൂഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇതുപോലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള നമ്മളുടെ എല്ലാവരുടെയും ഒരു ശേഷി കുറഞ്ഞു വരികയോ, അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുള്ള കാര്യങ്ങൾക്കല്ലാതെ ഇതിനു വേണ്ടി നമ്മളാരും അതിനുവേണ്ടി മെനക്കെടാൻ തയ്യാറാവുകയോ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.